ഹലോ മജുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അറിയാതെ സംഭവിച്ചു പോയ ഒരു കൊലപാതകം, അതിനെ തുടർന്ന് നമ്മുടെ കഥാനായകന് നാടിവിടേണ്ടി വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വലിയ ദുരന്ത വാർത്ത കേട്ട് അവൻ ആ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് അവനൊരു അപ്പൂപ്പനെ കാണുന്നുണ്ട്. ആ അപ്പൂപ്പൻ ഇവരെ ഒരു ചായ കുടിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു? തുടക്കം മുതലേ നിങ്ങൾക്ക് നല്ല ത്രില്ലിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി ത്രില്ലർ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ധൈര്യമായിട്ട് തന്നെ കഥ കേട്ട് തുടങ്ങിക്കോളൂ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ഗ്രാമം കാണിക്കുകയാണ്. നഗരത്തിലെ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരുടെ പ്രധാനമായിട്ടുള്ള ഒരു ജോലി എന്താന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള വിറക് അവർ തന്നെ മലയിൽ പോയിട്ട് വെട്ടിക്കൊണ്ടുവരും. അതിനായിട്ട് തന്നെ പണ്ട് മുതലേ ഇവരുടെ പിൻതലമുറക്കാർ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം തെന്നി നീങ്ങുന്ന ഒരു തരം വാഹനമുണ്ട്. അതുണ്ടാക്കിയതും മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു വണ്ടിയാണ് മരങ്ങൾ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ മഞ്ഞ് മൂടിയ ആ ഒരു മലയുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചധികം വിറകുകളെല്ലാം വെട്ടി അത് ആ വണ്ടിയിൽ കയറ്റി താഴേക്ക് വരുന്ന ഒരു അച്ഛനും മകനെയും കാണിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് ലൂക്കാസ് എന്നാണ്, അവന്റെ അച്ഛന്റെ പേര് ജാക്കബ്. എന്നാൽ കുട്ടിയായ ലൂക്കാസ് അവന് താങ്ങാൻ പറ്റുന്നതിലും അധികം വിറക് ജാക്കബ് അതിൽ കയറ്റുകയാണ്. അപ്പൊ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് ഇതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. അതൊക്കെ നിനക്ക് താങ്ങാൻ പറ്റും, മര്യാദക്ക് അത് എടുത്തോണ്ട് വന്നോ എന്ന് പറയാണ്. പക്ഷേ ആ ചെറുക്കിന് അതിന്റെ കനം താങ്ങാൻ പറ്റിയില്ല. അവൻ തെന്നി വീഴാണ്. വണ്ടിയാണെങ്കിൽ താഴേക്ക് തെന്നി തെറിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന ജാക്കബ് ഇയാള് വന്നിട്ട് ചെറുക്കിനിട്ട് ഒരേറ്റ അടി കൊടുക്കാൻ കേട്ടോ. അടി കൊടുക്കുന്ന ആ സീൻ എനിക്ക് കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കൂടുതലായിട്ട് പറയണ്ടല്ലോ, പല തവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ യൂട്യൂബ് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. എന്തായാലും അടി കൊണ്ട് ലൂക്കാസ് വേദനിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. കാട്ടിലേക്ക് അവൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ കാര്യം ആര് കാണുന്നുണ്ട്? അവന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മാത്യു കാണുകയാണ്. അവന്റെ കയ്യിൽ എപ്പോഴും ഒരു സൈക്കിൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സൈക്കിളെല്ലാം അവിടെ വെച്ച് ലൂക്കാസിനെ വിളിച്ച് മാത്യു പിന്നാലെ ചെല്ലുകയാണ്. എടാ നിക്കടാന്ന് പറഞ്ഞിട്ട് അവസാനം ഓടിക്കൊണ്ടിരിക്കുന്ന ലൂക്കാസ് അവിടെ വീഴുന്നുണ്ട്. മാത്യു ഓടി വന്നിട്ട്, എടാ ഇന്നും നിനക്ക് അടി കിട്ടിയല്ലേ, കുഴപ്പമില്ലടാ, വാടാ എണീക്ക്, നീ വിഷമിക്കേണ്ട, ഞാൻ കൂടെയില്ലേ, നമുക്ക് കളിക്കാടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കളിക്കാനായിട്ട് കാട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ അവരെപ്പോഴും ഇങ്ങനെ ചുറ്റി നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇതുവരെയായിട്ടും കാണാത്തൊരു കാര്യം ഇപ്പൊ അവർ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു ചെറിയ നീർച്ചാല്, അതിനരികിലായിട്ട് കുറെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു തിണ്ട്, അവിടെയായിട്ടൊരു വാതിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാതിൽ ഇവർ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നേരെ അങ്ങോട്ടേക്ക് ചെന്ന് വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അതൊരു ബങ്കറായിരുന്നു. ബങ്കർ എന്താണെന്ന് അറിയില്ലേ? ഈ യുദ്ധസമയത്ത് പട്ടാളക്കാര് അവരുണ്ടാക്കുന്ന ഒരു ഒളിത്താവളമാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗുഹകൾ പോലെ. എന്തായാലും അതെന്താണെന്ന് മനസ്സിലായ ലൂക്കാസും മാത്യുവും അവരുടെ കയ്യിൽ ഒരു കമ്പെടുക്കുകയാണ്, ഒരു തോക്കുപോലെയാക്കിയിട്ട്. പിന്നീട് ലൂക്കാസ് പറയാണ്, സർജൻ മാത്യു, എന്നാ പിന്നെ നമുക്ക് വെടിവെക്കുകയല്ലേ? യെസ് കേണൽ ലൂക്കാസ്, നമുക്ക് മുന്നോട്ടേക്ക് പോകാം. കേണൽ ലൂക്കാസ്, ദേണ്ടേ ഒരു ശത്രു വരുന്നു, വെക്ക് അവന്റെ തലയ്ക്ക്. ഇതേ സമയത്ത് കേണൽ ലൂക്കാസ് പറയാണ്, എടാ മച്ചാനെ സമയമായി, ഞാൻ പോട്ടെ. നേരം വഴുകി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ല വീക്ക് കിട്ടും. എന്നാ ശരിയടാ, നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞിട്ട് രണ്ട് കൂട്ടുകാരും പിരിയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലൂക്കാസ് ഇപ്പോ അച്ഛനായിട്ടുള്ള ജാക്കബിന്റെ കൂടെ വണ്ടിയിൽ എങ്ങോട്ട് പോവാണ്. അപ്പൊ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയിൽ ലൂക്കാസിനോട് ജാക്കബ് അപ്പുറത്തുണ്ടായിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്തു തരാൻ പറയുന്നുണ്ട്. എന്നാൽ ലൂക്കാസ് പറയണ, ഇല്ല ഞാൻ എടുത്തു തരില്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ സമ്മതിക്കരുതെന്ന്. എന്നോട് സിഗരറ്റ് വലിക്കേണ്ടെന്ന് പറയാൻ നീ ആരടാ എന്ന രീതിയിൽ ജാക്കബ് ഇപ്പോ മോനാന്ന് പോലും നോക്കാതെ അവനെ ചീത്ത പറയാണ്. പിന്നീട് പിറകിലേക്ക് ഏന്തി വലിഞ്ഞ് അവനൊന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ തൊട്ട് മുന്നിൽ വന്ന ഒരു സൈക്കിള്, ആ സൈക്കിൾ ഓടിച്ച കുട്ടിയെ ഈ ജാക്കബ് വേണ്ടില്ല, ഒരൊറ്റ ഇടിയാണ്. ഇപ്പോഴാണ് വലിയൊരു അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം ജാക്കബിന് മനസ്സിലാകുന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, ലൂക്കാസിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള മാത്യു ആയിരുന്നു. അവന് യാതൊരു അനക്കവും ഇല്ല, ശ്വാസവും ഇല്ല, പൾസും ഇല്ല. അതിനർത്ഥം മാത്യു മരിച്ചു എന്നാണ്. ഇത് കണ്ട് ആകെ ടെൻഷൻ അടിച്ച ജാക്കബ് ഇയാൾക്ക് ആദ്യം എന്ത് ചെയ്യണം തിരിയുന്നില്ല. ഇയാൾ വേഗം എന്താക്കി, മാത്യുവിന്റെ സൈക്കിൾ എടുത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു കൊക്കയിലേക്ക് എറിയാണ്. ഇതിനുശേഷം ഇയാള് മരിച്ചുപോയ മാത്യുവിന്റെ ആ ഒരു ബോഡി തന്നെ എടുത്ത് താഴേക്ക് ഇടാൻ നിൽക്കുമ്പോൾ ഒന്ന് ലൂക്കാസിനെ നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് തന്നെ ലൂക്കാസ് പറയുന്നുണ്ട്, അച്ഛാ വേണ്ട അച്ഛാ, എന്റെ കൂട്ടുകാരനാണത്. എന്നാൽ ഇത് കാരണം തനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള ആ ഒരു പേടി കാരണം ഒരു അപകടം സംഭവിച്ചിട്ടും അത് പുറത്ത് കാണിക്കാതെ ആ കുട്ടിയുടെ ബോഡിയെ താഴേക്ക് വലിച്ചെറിയാണ് ഇപ്പൊ ജാക്കബ്. ഒന്നും അറിയാത്തതുപോലെ പിന്നീട് ആ വണ്ടി എടുത്തുകൊണ്ട് അയാൾ അവിടുന്ന് പോവാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോ ഇപ്പൊ മരിച്ചുപോയി മാത്യു ഉണ്ടല്ലോ, അവന്റെ അച്ഛനായിട്ടുള്ള ബെർണാഡ് ഇവരുടെ വണ്ടിക്ക് കൈ കാണിച്ചിട്ട്, എടോ എന്റെ മോൻ എവിടെയും കണ്ടായിരുന്നു, കുറച്ചു നേരം ഇവിടുന്ന് പോയിട്ട്. ആര്? മാത്യുവിനെയോ? ഞാൻ കണ്ടിട്ടില്ല എന്ന് ജാക്കബ് പറയാണ്. എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാക്കബ് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബെർണാഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ആ കാറിന്റെ പിന്നിലിരുന്ന് കരയുന്ന നമ്മുടെ ലൂക്കാസിനെ. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ലൂക്കാസ് കരയുന്നതെന്ന് ഈ പാവം അച്ഛൻ അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു കാര്യം പിന്നീട് നമ്മളെ കാണിക്കുകയാണ്. കയ്യിൽ ഒരു കോടാലിയും പിടിച്ച് അവിടെ മാത്യു ഉണ്ട്, അതുപോലെ തന്നെ ലൂക്കാസും ഉണ്ട്. ഇവർക്ക് നേരെ കോടാലിയുമായിട്ട് വരുന്ന ലൂക്കാസിന്റെ അച്ഛനായിട്ടുള്ള ജാക്കബ്. അങ്ങനെ ആ ഒരു കാര്യം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ലൂക്കാസ്. അന്നത്തെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു, കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട്. അവന്റെ അച്ഛന്റെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം, ദേഷ്യം, ഇതൊക്കെ അവന്റെ ആ ഒരു കുട്ടിക്കാലത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദുസ്വപ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നും കാണാറുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ നിന്നും അവൻ എഴുന്നേറ്റപാട് തന്നെ തൊട്ടടുത്ത് അവന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ജോലിയുണ്ട്. ഇപ്പൊ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അതിൽ പറഞ്ഞ വിഷയം അതത്ര ചെറുത്
ചെറുതായിരുന്നില്ല. ലൂക്കാസിന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ജേക്കബ് അതുപോലെ തന്നെ മേരി, രണ്ടുപേരും അവരുടെ വീടിന് തീ പിടിച്ച് വെന്ത് മരിച്ചു പോയിട്ടുണ്ട്. കാര്യം കേട്ടപാട് തന്നെ ലൂക്കാസ് ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പാർട്ട്ണർ ആയിട്ടുള്ള ജോലി അതുപോലെ തന്നെ അവന്റെ ഒരു കൂട്ടുകാരുണ്ട് ലൂയിസ്, രണ്ടുപേരെയും കൂട്ടിയിട്ട് നേരെ അവന്റെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. രണ്ടുപേരും വെന്ത് മരിച്ചു കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ സെമിത്തേരിയിൽ പോയിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പോകുന്നതിന് മുന്നേ അവൻ ചെറുപ്പത്തിൽ താമസിച്ച ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ്. പൂർണ്ണമായിട്ടും കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു വീടിന്റെ കോലം. എന്തായാലും പഴയ ഓർമ്മകളൊക്കെ ആയിട്ട് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് അവൻ പോകുന്നുണ്ട്. അതേ നേരം തന്നെ ലൂക്കാസ് പണ്ട് കളിക്കാൻ ഉപയോഗിച്ച ഗെയിം പോലെ എന്തോ ഒരു സാധനമുണ്ട്, അതെന്തോ കൊണ്ടുപോകാൻ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ 3 പേരും അത് പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വീൽ ചെയറും തള്ളിക്കൊണ്ട് വരികയാണ്. ലൂക്കാസിനെ വിളിച്ചുകൊണ്ടാണ് ആ ആള് വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ലൂക്കാസിന്റെ കൂട്ടുകാരൻ മാത്യു ഉണ്ടല്ലോ, അവന്റെ അച്ഛനായിട്ടുള്ള ബെർണാഡ് ആയിരുന്നു. അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്, അതുപോലെ 2 കാലും തളർന്നു പോയിട്ടുണ്ട്. ആളെ കണ്ടപാടേനെ ലൂക്കാസിന് മനസ്സിലായി കേട്ടോ, അത് ബെർണാഡ് അങ്കിളാണെന്ന്. അങ്കിളെ എന്തൊക്കെയാ സുഖമല്ലേ? പിന്നെ ഇതെന്റെ കൂട്ടുകാരാണ് കേട്ടോ, ഒന്ന് ജൂലി അതുപോലെ തന്നെ ഇത് ലൂയിസ്. ഈ സമയത്ത് ജൂലി ചോദിക്കണം, അല്ല ലൂക്കാസെ ഏതാണ് ഈ അപ്പാപ്പൻ? ഓ സോറി പറയാൻ വിട്ടുപോയി, ഇതാണ് ബെർണാഡ് അങ്കിൾ, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇതേ സമയത്തിന് ബെർണാഡ് അങ്കിൾ ലൂക്കാസിനോട് ക്ഷമ ചോദിക്കണം, മോനെ ചടങ്ങിന് വരാൻ പറ്റില്ലടാ, കാല് രണ്ടും കണ്ടില്ലേ നടക്കാൻ പറ്റാത്ത കോലത്തിലാണ്, ഈ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് വരല് അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ലൂക്കാസ് ചോദിച്ചപ്പോ അതൊന്നുമില്ല മോനെ, ചെറിയൊരു അപകടം, 2 കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ടു, കാലുണ്ടെന്നേ ഉള്ളൂ, നടക്കാൻ പറ്റില്ല. എന്തായാലും മക്കൾ ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിൽ പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് പോവാന്ന് പറയണേ. ഇപ്പൊ ലൂക്കാസ് പറയണ, അങ്കിളെ കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾ പോവാണ്. അതല്ല മോനെ, നിന്റെ വീടിന് തീ പിടിച്ച സമയത്തെ ഒരു പെട്ടി മാത്രം തീ പിടിക്കാതെ ബാക്കിയായിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് പൊയ്ക്കോന്ന് പറയാം. എന്നാൽ വീണ്ടും ലൂക്കാസ് ഇല്ല അങ്കിളെ ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ജോലി പറയണ, ലൂക്കാസെ അയാൾ വിളിക്കുന്നതല്ലേ, ഒന്ന് പോയിട്ട് വരാം. ഇത്ര സ്നേഹത്തോട് വിളിക്കുമ്പോ എങ്ങനെയാ ഇല്ലാന്ന് പറയാം. എന്നാൽ എന്തുകൊണ്ടാണ് ലൂക്കാസ് ഈ ബെർണാഡിന്റെ വീട്ടിലേക്ക് പോവാത്തേന്ന് നമുക്കും അതുപോലെ തന്നെ ലൂക്കാസിനും അറിയാം. എന്തായാലും അവസാനം ലൂക്കാസും അതുപോലെ തന്നെ ലൂയിസും ജൂലിയും എല്ലാവരും കൂടെ ബെർണാഡിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു വീടും പരിസരം കണ്ടപ്പോ തന്നെ നമ്മുടെ ജൂലിക്ക് മനസ്സിലായി ഈ അപ്പാപ്പന്റെ കൂടെ ആരുമില്ല. അപ്പാപ്പൻ ഒറ്റയ്ക്കാണോ എന്ന് ജൂലി ചോദിച്ചപ്പോ ഇപ്പൊ ബെർണാഡ് പറയണ, മോളെന്താ അങ്ങനെ പറഞ്ഞേ? ഈ കാണുന്ന കാട്, ഇതിലെ പക്ഷികള് മൃഗങ്ങള് ഇതൊക്കെ എന്റെ കുടുംബക്കാരി തന്നെയാ, ഞാൻ അങ്ങനെ കാണാറുള്ളൂ, അതുകൊണ്ട് ഏകാന്തത എന്നെ ബാധിക്കാറില്ല. പിന്നീട് ഈ ബെർണാഡ് ഉണ്ടല്ലോ, ഇയാളുടെ വീട്ടിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പിന് പകരം ചെറിയ പലകകളാണുള്ളത്. അപ്പൊ അതിലേക്ക് ഉന്തിത്തള്ളി സഹായിക്കണം എന്ന് ലൂയിസ് ചോദിച്ചപ്പോ അതൊന്നും വേണ്ട, ഇവിടെ കയറുണ്ട്, ഇത് വെച്ച് ഞാൻ കയറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതുവഴി കയറി പോവാണ്. ആ പ്രായത്തിലും അപ്പാപ്പന് നല്ല ആരോഗ്യമാണെന്ന് ഇവർക്കിപ്പോ മനസ്സിലായി. പിന്നീട് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ അതിന്റെ തലയും കൊമ്പും എല്ലാം അവിടെ എവിടെയും വെച്ചിരിക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങൾ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന്റെയും തലയും വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ആശ്ചര്യം തോന്നിയത് കൊണ്ട് തന്നെ ലൂയിസ് ചോദിക്കുകയാണ്, ഇതൊക്കെ നിങ്ങൾ തന്നെ വേട്ടയാടിയതാണോ? ഇപ്പൊ ബെർണാഡ് പറയണ, മോനെ ആയ കാലത്ത് ഞാൻ നല്ലൊരു വേട്ടക്കാരനായിരുന്നു, അന്ന് വേട്ടയാടി പിടിച്ചതാ ഇതിനെയൊക്കെ. അല്ല നിങ്ങളൊക്കെ എന്താ ജോലി ചെയ്യുന്നത്? ലൂക്കാസെ നീ എന്താ ചെയ്യുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചറാണ്. ഓ അപ്പൊ പണ്ടത്തെ പരിപാടിയൊക്കെ വിട്ടല്ലേ? പണ്ടത്തെ എന്ത് പരിപാടി? അല്ല കാട്ടിൽ പോയിട്ട് വിറക് കൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അച്ഛന്റെ കൂടെ നീ അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ല അങ്കിളെ ഇപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല, അതൊക്കെ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ തന്നെ വിട്ടുകളഞ്ഞു. പക്ഷെ മോനെ ഞങ്ങളെല്ലാവരും ആ ഒരു പണി ഇപ്പോഴും ചെയ്യാറുണ്ട്, ആ പണി ചെയ്തുകൊണ്ടാണ് എന്റെ കാലിങ്ങനെ അവശയായി കിടക്കുന്നത്. ഒരു ദിവസം ഇതുപോലെ തന്നെ ആ വണ്ടിയിൽ നല്ല ഭാരത്തിൽ ഞാൻ വിറക് കയറ്റി, ഒരു 100-500 കിലോയുടെ മുകളിലുണ്ടാവും. പിന്നീട് അത് പതിയെ പതിയെ താഴേക്ക് തള്ളിക്കൊണ്ടുവരുന്ന സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, കാലിന്റെ മുകളിലൂടെ വണ്ടി കയറി അങ്ങോട്ട് ഇറങ്ങി. ഉള്ളത് പറയാലോ, ചതഞ്ഞരഞ്ഞു പോയി. അങ്ങനെയാണ് സ്വാധീനം നഷ്ടമായത്. എന്തായാലും നിങ്ങൾ ഇവിടെ വെറുതെ ബോറടിച്ചിരിക്കേണ്ട, വാ എന്റെ ഗ്യാരേജിലേക്കൊന്നും പോകാം, അവിടെ ചില കാര്യങ്ങളുണ്ട് കാണിച്ചു തരാം. നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഗ്യാരേജ് ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഇപ്പൊ ബെർണാഡ് പറയാണ്. അവിടെ പഴയ കുറേയധികം മെഷീൻസും ഉണ്ട്. അപ്പൊ അതിന്റെ അരികിലേക്ക് ചെന്നിട്ട് ലൂയിസ് ഇത് വർക്ക് ചെയ്യാമെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ബെർണാഡ് സ്വിച്ച് ഇടുകയാണ്. മരങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് അവിടെ ഉണ്ടായിരുന്നു, അത് ആക്റ്റീവ് ആണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ജോലി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ബെർണാഡ് പറയാണ്, കണ്ടോ ഇതൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്, വെറുതെ അതിലൊന്നും പോയി പിടിക്കേണ്ട കേട്ടോ, ഡേഞ്ചർ ആണ് എന്ന് കാണിക്കാൻ ചുമ്മാ എന്ന് പേടിപ്പിച്ചേ ഉള്ളൂ. പക്ഷെ പാവം ജോലി നന്നായിട്ടൊന്ന് പേടിച്ചുപോയി. ബെർണാഡെങ്കിലാണെങ്കിൽ ചുമ്മാ ഒരു തമാശയായിട്ട് ചെയ്തതാണ്. ഇതിനുശേഷം തുണി കൊണ്ട് മൂടി വെച്ച എന്തോന്ന് അവിടെ ഉണ്ടായിരുന്നു, അതെന്താണെന്ന് ജോലി ചോദിച്ചപ്പോൾ അതിങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി പറയാണ്. പിന്നീട് ആ ഒരു തുണി മാറ്റി അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മലയുടെ മുകളിൽ നിന്നും വിറക് താഴേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രം ഉണ്ടല്ലോ, യന്ത്രമല്ല ഒരു ഉന്തുവണ്ടി പോലൊരു സാധനം, അതിന്റെ മിനിയേച്ചറാണ്. അപ്പൊ ഇത് കണ്ടപാടിന് ലൂയിസ് പറയണ, ഇത് കണ്ടിട്ട് എളുപ്പമായിട്ടാണല്ലോ തോന്നുന്നത്, അതൊന്ന് താങ്ങി ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് താഴേക്ക് വരാലോ. ഇത് കേട്ടപ്പോ ബെർണാഡിന് ഭയങ്കരമായിട്ട് ദേഷ്യം പറയണം, എന്ത് എളുപ്പമാണെന്നോ? ഇതാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകല് തന്നെ ഒരു ടാസ്ക് ആണ്. പിന്നീട് അതിൽ വിറക് നിറച്ച് താഴേക്ക് പതിയെ പതിയെ ബാലൻസ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ശരീരം തന്നെ നുറങ്ങി പോകുന്നു പറയാണ്. പിന്നീട് ചെറിയൊരു അമർഷത്തിലാണ് അവിടെ ബെർണാഡ് അത് എടുത്തു വെക്കുന്നത്. ഇതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പൊ ലൂക്കാസ് ചോദിക്കുകയാണ്, അങ്കിളെ ഒരു പെട്ടി തരാന്ന് പറഞ്ഞില്ലേ, അത് എവിടെ ചോദിക്കുമ്പോൾ ഞാൻ വർത്താനത്തിനിടയിൽ അത് മറന്നുപോയി, നീ തൽക്കാലം അടുക്കളയിൽ പോയിട്ട് ഒരു ചായ ഉണ്ടാക്ക്, അപ്പോഴേക്കും ഞാൻ ഒരു പെട്ടി എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ബെർണാഡ് നേരെ മറ്റെങ്ങോട്ടോ പോവാണ്. അതുപോലെ തന്നെ ലൂക്കാസ് നേരെ അടുക്കളയിൽ ചെന്നിട്ട് ചായ ഇടാൻ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ മാത്യു കുടിക്കുന്ന ഒരു ഗ്ലാസ് അത് അവിടെ കാണുകയാണ്. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അവിടെ മാത്യു നിൽക്കുന്നതായിട്ടും അവന് തോന്നി. പക്ഷേ അതൊരു തോന്നൽ മാത്രമായിരുന്നു. ഇതേ സമയത്തിന് ജൂലിയ ലൂയിസിനോടൊരു കാര്യം പറയുന്നുണ്ട്, ഡാ ലൂയിസെ ഞാനിപ്പോ ഗർഭിണിയാണ്, പക്ഷെ ഇതുവരെയായിട്ടും ആ കാര്യം ഞാൻ ലൂക്കാസിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ലൂയിസ് പറയണ്, എന്തിനാ താമസിപ്പിക്കുന്നത്, വേഗം പറ അവനോട്. എന്നാൽ ജൂലി പറയണ്, ഇല്ലടാ ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല, അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ കൊടുത്ത ആ ഒരു
ട്രോമയിൽ നിന്നും ഇപ്പോഴും അവൻ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാല് അവൻ ഈ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയില്ല, ചിലപ്പോൾ അബോട്ട് ചെയ്യാൻ പറയും. പിന്നെ പറയടാ, ഈ സമയത്ത് ലൂയിസ് പറയാണ്, നീ എന്തായാലും അധികം വൈകാതെ അവനോട് ആ ഒരു കാര്യം പറയണം കേട്ടോ. എന്തായാലും ഇതിനുശേഷം ജോലിയായിട്ട് ഇവർ 3 പേരും അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആ പെട്ടിയുമായിട്ട് ബെർണാഡങ്ങൾ വരുന്നുണ്ട്. അതിൽ നിറയെ ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന ലൂക്കാസിന്റെയും അതുപോലെ തന്നെ മാത്യൂസിന്റെയും ഫോട്ടോസ് ആയിരുന്നു. ലൂക്കാസിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ജോലിക്ക് മനസ്സിലായി. എന്നാൽ മാത്യുവിന്റെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് ജോലി ചോദിച്ചപ്പോൾ എന്റെ മോനാണ് മാത്യു. അല്ല, മാത്യു എവിടെ ചോദിച്ചപ്പോൾ ബെർണാഡ് തല താഴ്ത്തുകയാണ്, കണ്ണുകൾ നിറയുന്നുണ്ട്. അത് അവൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ കൊണ്ട് എപ്പോഴും ഇങ്ങനെ സൈക്ലിംഗ് ചെയ്ത് നടക്കും. ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൊക്കയിലേക്ക് അവൻ ചെന്നത് പോയി. എന്റെ മോൻ അതോടെ പോയി. ആ കാര്യം അറിഞ്ഞ എന്റെ ഭാര്യ, അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല, അവളും പോയി. ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ ഞാൻ മാത്രമേ ഇപ്പൊ ഈ ഒരു വീട്ടില്. ഈ കാര്യങ്ങളെല്ലാം ബെർണാഡ് പറയുന്ന സമയത്ത് ലൂക്കാസ് തലയും താഴ്ത്തിരിക്കുകയാണ്. കാരണം അന്ന് ചിലപ്പോൾ മാത്യുവിനെ രക്ഷപ്പെടുത്താനായിട്ട് ലൂക്കാസ് ഒന്ന് ഒച്ച വെച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ഇപ്പോഴും ജീവനോട് ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ച് ലൂക്കാസിന് സംസാരിക്കാനേ കഴിയുന്നില്ല. അവന് ആ ഒരു പെട്ടി കൊടുത്തിട്ട് ഇനി നിങ്ങൾ പൊയ്ക്കോ എന്ന് ബെർണാഡ് പറയാണ്. അങ്ങനെ ആ ഒരു പെട്ടിയുമായിട്ട് നേരെ ഡിക്കിയുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് അത് ഡിക്കിയിൽ വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബെർണാഡ് വന്നിട്ട് പറയണം, മോനെ ലൂക്കാസ്, ഇപ്പൊ പോയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഒന്ന് വാട്ടോ, നിങ്ങളൊക്കെ തന്നെയല്ലുള്ളൂ എനിക്ക് പരിചയക്കാരായിട്ട്. ശരിയെങ്കിലേ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലൂക്കാസും ജൂലിയും ലൂയിസും കൂടെ കാറിൽ കയറിയിട്ട് പോവാൻ നിൽക്കുകയാണ്. യാത്ര പറഞ്ഞുകൊണ്ട് ബെർണാഡും അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതുപോലെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല കേട്ടോ. പലരും പല കാര്യങ്ങളും സംശയിച്ചിട്ടുണ്ടാവും മനസ്സിൽ. എന്നാൽ അങ്ങനെയൊന്നുമില്ല. എന്തായാലും കാറുമായിട്ട് ഇവർ പോവാൻ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. കുറച്ചുനേരം അടിച്ചു നോക്കി എന്നിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ ബെർണാഡ് പറയണം, മക്കളെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ല, സ്റ്റാർട്ടിംഗ് മോട്ടറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരും, ആ ബോണറ്റ് ഒന്ന് പൊന്തിച്ച് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബെർണാഡെങ്കിൽ അത് നോക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, എന്റെ ഒരു സുഹൃത്തുണ്ട്, മെക്കാനിക്കാണ്, ഞാൻ അവനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ബെർണാഡെങ്കിൽ ഉള്ളിലേക്ക് പോവാണ്. ഈ സമയത്ത് ലൂക്കാസും ലൂയിസും രണ്ടുപേരും ബോണറ്റിന്റെ ഉള്ളിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ നോക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു നാട്ടു നടപ്പ്. കാറ് കംപ്ലൈന്റ് ആയാൽ ചുമ്മാ മുൻഭാഗം ഒന്ന് പൊന്തിച്ച് നോക്കണമല്ലോ. അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബെർണാഡെങ്കിൽ മുകളിൽ നിന്ന് വിളിക്കണം, മക്കളെ അവൻ ഇന്ന് വരില്ല കേട്ടോ, നാളെ വരുന്ന പറയുന്നത്, പക്ഷെ പേടിക്കണ്ട, ഇന്ന് ഇവിടെ നിന്നോ. എന്നാൽ ഇവർക്കാണെങ്കിൽ ഇന്ന് തന്നെ പോകണം, നല്ല തിരക്കുവാണേ. മാത്രമല്ല നമ്മുടെ ജോലി പ്രഗ്നന്റ് ആണല്ലോ, അവൾക്ക് ഇങ്ങനെ കുറെ നേരം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്കൊന്നും ഇരിക്കാൻ, നിങ്ങൾ എന്താ വെച്ചാൽ നോക്കുന്നു പറയണം. അങ്ങനെ ലൂക്കാസും ലൂയിസും കൂടെ നോക്കുമ്പോൾ ബോണറ്റിന്റെ ഉള്ളിലായിട്ട് മുറിഞ്ഞു കിടക്കുന്ന ഒരു പൈപ്പിന്റെ കഷ്ണം കാണുകയാണ്. അപ്പൊ അതെടുത്തുകൊണ്ട് നേരെ ബെർണാഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അങ്കിളെ ഇതാ ഇത് മുറിഞ്ഞു കിടക്കുകയാണ്, ഇതുപോലെ വേറൊരു കഷ്ണം ഇവിടെ ഉണ്ടോ ചോദിക്കുകയാണ്. പിന്നെന്താ, നമുക്ക് എന്തായാലും ആ ഒരു ഗാരേജിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഈ ലൂയിസിനെയും കൂട്ടി ബെർണാഡ് നേരെ ഗാരേജിലേക്ക് പോവാണ്. പിന്നീട് ഒരു പെട്ടിയിൽ ആ വയറിന്റെ കഷ്ണം അങ്ങനെ നോക്കുന്നുണ്ട്. എന്നാൽ വയറിന് പകരം ഒരു കമ്പി കഷ്ണം എടുത്ത് ഒന്നും നോക്കിയില്ല. പാവം നമ്മുടെ ലൂയിസിനിട്ട് ഒരേറ്റ അടിയാണ്. അങ്കിളെ നിങ്ങൾ എന്താ ഈ ചെയ്യുന്നതെന്ന് വീണ് കിടന്ന ലൂയിസ് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ കൊടുക്കുകയാണ്. ആ അടിയിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നാൽ ഗാരേജിലേക്ക് വയറെടുക്കാൻ പോയ ലൂയിസ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ല, ഇവൻ എന്താ വരാത്തെന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ജീപ്പ് പോകുന്നുണ്ട്. ആ ജീപ്പിനുള്ളിൽ ലൂയിസിന്റെ അതേ ഷർട്ടും പാന്റൊക്കെ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. ഇവൻ ഇതെങ്ങോട്ടാ പോകുന്നത്? ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ നേരെ ആ ഒരു ഗാരേജിൽ പോയി നോക്കുമ്പോൾ അവിടെയും ലൂയിസിനെ കാണാനില്ല. ചിലപ്പോൾ ജീപ്പുമായിട്ട് നേരത്തെ പോയില്ലേ, അത് അവൻ തന്നെയായിരിക്കും. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഗാരേജിലേക്ക് ആര് വരുന്നുണ്ട്? ബെർണാഡ് വരികയാണ്. എന്താണ്, കൂട്ടുകാരനെ നോക്കുകയാണോ? അവൻ ഇവിടെ ഇല്ല കേട്ടോ, അവൻ എന്റെ ജീപ്പ് എടുത്തോണ്ട് നേരെ ടൗണിലേക്ക് പോയി. ടൗണിലേക്കോ? എന്തിനാ പോയേ? അത് പിന്നെ സ്പെയർ പാർട്സ് എന്തോ കിട്ടാൻ നോക്കാൻ വേണ്ടിട്ടാ. എന്നാലും അവൻ ഇതെന്താ പറയാതെ പോയത്? വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് അയക്കാതിരിക്കില്ല. ആകെ കൂടി ഒരു കൺഫ്യൂഷനിൽ ലൂക്കാസും ജോലി നിൽക്കുമ്പോൾ ഇപ്പൊ ലൂയിസിന്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടുകയാണ്. അതായത് സ്പെയർ പാർട്സ് പോയി നോക്കിയിട്ട് അത് അവിടുന്ന് കിട്ടിയില്ല, അതുകൊണ്ട് തൊട്ടപ്പുറത്തെ ടൗണിലേക്ക് പോവാണ്. ആയിക്കോട്ടെ എന്ന് പറയാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. വീണ്ടും ഒരു മെസ്സേജ് വരുന്നു. അടുത്ത ടൗണിലേക്ക് പോയപ്പോൾ അവിടെയും സാധനമില്ല, സന്ധ്യാനേരം ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഹോട്ടലിൽ അവൻ നിൽക്കാന്ന് പറയണം. പിന്നീട് ഈ ഒരു കാര്യം ലൂക്കാസും ജോലിയും കൂടെ ബെർണാഡിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടപാടിന് ബെർണാഡ് പറയാണ്, അതിനിപ്പോ എന്താ, രാത്രി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ, ഇവിടെ ഇഷ്ടമാതിരി സൗകര്യമുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും കഴിക്കാനായിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ബെർണാഡ് തയ്യാറാക്കുകയാണ്. പിന്നീട് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാസിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ലൂക്കാസ് പറയണ കുറെ അധികം നാളായി. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം, കാര്യം നിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ ആള് നിന്നെ നന്നായിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ ഒന്നുമല്ല നീ നാട് വിട്ട് പോയതെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഒറ്റയടിക്ക് സ്വന്തം തന്തയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കാസിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മാത്യൂസിനെയും അവൻ അവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇലൂഷൻ മാത്രമായിരുന്നു. അവന്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധവും പേടിയും ഇതൊക്കെയാണ് മാത്യൂസിനെ ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ കാണാൻ കാരണമാകുന്നത്. ഇതേ നേരം തന്നെ ഇവർ കഴിക്കുന്ന ആ ഒരു ടേബിളിന് അരികിലൂടെ ഒരു എലി പോകുന്നുണ്ട്. ഇതെന്താ എലി ഇങ്ങനെ പോകുമ്പോൾ നോക്കി നിൽക്കുന്നതെന്ന് ഇവര് ചോദിച്ചപ്പോ അതിന് പേടിക്കാനൊന്നുമില്ല. അവൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു കെണിയിലേക്കാണ്. ആ ചീസ് കഴിക്കാനായിട്ട് അവൻ അതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് എന്തായാലും അവൻ ചത്തുപോകും. നോക്കിക്കോ എന്റെ വീട്ടിൽ വന്ന് കട്ട് തിന്നാൽ അവനെ ഞാൻ വെറുതെ വിടണല്ലേ. എന്നാൽ ഇവര് നോക്കി നിൽക്കെ ആ എലി അത് കുറച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കം ചെയ്യാണ്. അത് ആ ഒരു ചീസ് കഴിക്കാതെ അവിടുന്ന് പോവാണ്. അപ്പൊ ഇത് കണ്ടപാട് തന്നെ ബെർണാഡ് പറയണേ, മിസ്സായി പോയി. പക്ഷെ കുഴപ്പമില്ല, ഈ രാത്രി തന്നെ അവൻ വീണ്ടും അത് തിന്നാൻ വരും. അവന്റെ ഗതി എന്താവെന്ന് നമുക്ക് കണ്ടറിയാന്ന് പറയണം. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞു. ലൂക്കാസും ജോലിയും കൂടെ അവരുടെ റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ലൂക്കാസിന്റെ കൈ പിടിച്ചിട്ട് ബെർണാഡ് പറയണ, ഈ എവിടെയാ പോകുന്നത്? ഇടക്ക് അവള് പോയി കിടന്നോട്ടെ, നമുക്ക് രണ്ടെണ്ണം അടിക്കാന്ന് പറയണം. പിന്നീട് ബെർണാഡ് തന്നെ 2 ഡ്രിങ്ക്സ്
ഒഴിക്കുകയാണ്. രണ്ടുപേരും പിന്നീട് അത് കഴിക്കാൻ തുടങ്ങും. ഈ സമയത്ത് മാത്യുവിനെ കുറിച്ച് ലൂക്കാസിനോട് ബെർണാഡ് പറയുന്നുണ്ട്. അവൻ നിന്റെ ഉറ്റ ചങ്ങാതി ആയിരുന്നല്ലേ, ചെറുപ്പത്തിൽ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നല്ലേ. എനിക്കറിയാം, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ മോൻ അവിടെ വീഴുന്നതിന്റെ തൊട്ട് മുന്നേ നീ അങ്ങോട്ടേക്ക് വന്നായിരുന്നെങ്കിൽ, എപ്പോഴത്തെയും പോലെ കളിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നല്ലേ. എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ ആയി പോയി വിധി. ഇത് കേട്ട സമയത്ത് ലൂക്കാസിന്റെ ഉള്ളൊന്ന് പെടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധിക നേരം ഈ മനുഷ്യനോട് സംസാരിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങളെ ഞാൻ പോട്ടെ, ഉറക്കം വരുന്നുണ്ട്, അവൾ ഒറ്റയ്ക്കാണ്. ആ ശരി മോനെ, നീ പോയിക്കോ. അല്ല, പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പെൺകുട്ടി ശരിക്കും ആരുടെ ഭാര്യയാണ്? നിന്റെ ഭാര്യയാണോ അല്ലെങ്കിൽ കൂട്ടുകാരൻ ലൂയിസ് ഉണ്ടല്ലോ അവന്റെ ഭാര്യയാണോ? ഈ രീതിയിൽ ബെർണാഡ് ചോദിച്ചപ്പോ പെട്ടെന്ന് ലൂക്കാസിന്റെ മുഖം അങ്ങോട്ട് മാറിപ്പോവാണ്. ആരുടെ മുഖമായാലും ഒന്നും മാറിപ്പോയില്ലേ. അപ്പൊ തന്നെ ബെർണാഡ് പറയുന്നുണ്ട്, മോൻ തെറ്റിദ്ധരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അവളോട് നന്നായിട്ട് അടുത്ത് ഇടപഴകുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു, അതുകൊണ്ട് ഒരു കൺഫ്യൂഷനായി, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ലൂക്കാസ് പറയണേ, ഇല്ല, അവൾ എന്റെ ഭാര്യയാണ്. എന്നാ ശരി മോനെ, നീ പോയി കിടന്നു എന്ന് പറയണം. അങ്ങനെ ലൂക്കാസ് നേരെ അവരുടെ മുറിയിലേക്ക് പോവാണ്. അവർക്ക് കൊടുത്ത മുറി എന്ന് വെച്ചാൽ അത് ചെറുപ്പത്തിൽ മാത്യു ഉപയോഗിച്ച മുറിയായിരുന്നു. ഉള്ളിൽ ആ ഒരു കുറ്റബോധവും നീറലും ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മാത്യുവിന്റെ ആ ഒരു രൂപം ലൂക്കാസ് വീണ്ടും കാണുകയാണ്. രാത്രി കിടക്കാൻ നിൽക്കുമ്പോഴും ലൂക്കാസിനെ മാത്യു വിളിക്കുന്ന ആ ഒരു വിളി അതങ്ങനെ അവന്റെ ചെവി കിടന്ന് മൂളിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രിയിൽ നന്നായിട്ടൊന്ന് ഉറങ്ങാൻ വരെ അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ നേരത്തെ ബെർണാഡ് വെച്ച ആ ഒരു ട്രാപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് വീണ്ടും ആ ഒരു എലി വരികയാണ്. ഇത്തവണ ആ ചീസ് അവൻ കഴിച്ചു. മുകളിൽ സെറ്റ് ചെയ്ത ആ ഒരു കത്തി അവന്റെ ദേഹത്ത് വന്ന് വീഴാണ്. എലി 2 കഷ്ണമായി പോകുന്നുണ്ട്. സിംബോളിക്കലായിട്ട് ഇവിടെ കാണിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലൂക്കാസ് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ചുമ്മാ ജോലിയുടെ ഫോൺ അതെടുത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ജോലി അതുപോലെ തന്നെ ലൂയിസ് രണ്ടുപേരും ചാറ്റ് ചെയ്തതിന്റെ ആ ഒരു കാര്യം കാണുന്നുണ്ട്. കണ്ട വാർഡിന് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ജോലി ഗർഭിണിയാണ്. ആ സമയത്ത് ലൂയിസ് കൊടുത്ത മറുപടി എന്താണ്? ലൂക്കാസിനോട് വേഗം ഈ ഒരു കാര്യം പറയും. എന്നാൽ ഈ രീതിയിൽ ആ ഒരു ചാറ്റ് കണ്ട സമയത്ത് ജോലിയെ ലൂക്കാസ് തെറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജോലി എഴുന്നേൽക്കാണ്. ലൂക്കാസിന്റെ മുഖം ആകെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ജോലി പറയണം, ഞാൻ തന്നെ അത് നിന്നോട് പറയാൻ നിൽക്കായിരുന്നു. അതിന് മുന്നേ ഈ ഒരു മെസ്സേജ് കണ്ടു, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, നീ ആ ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുക എന്നുള്ള ആ ഒരു പേടി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. എന്നാൽ ലൂക്കാസ് പറയണ, ജോലി ഈ കാണിച്ചത് മഹാ അബദ്ധമാണ്. സത്യം പറയാണല്ലോ, എനിക്ക് ഇപ്പൊ മുതൽ നിന്നെ നല്ല സംശയമുണ്ട്. ആ കുഞ്ഞ് എന്റേതാണോ എന്ന് വരെ എനിക്ക് ഉറപ്പുണ്ട്. പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആരാണ് ഈ പലരെന്ന് നമുക്ക് നന്നായിട്ട് അറിയാലേ, ബെർണാഡ് തന്നെ. അപ്പൊ ഭയങ്കര ദേഷ്യത്തില് ലൂക്കാസ് വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു ടെൻഷനിൽ ആശയക്കുഴപ്പത്തിൽ അവനങ്ങ് നിൽക്കുമ്പോൾ ഫോണ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അത് ലൂയിസിന്റെ ഫോണായിരുന്നു. മാത്രമല്ല ആ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ഇവിടെ തന്നെ വേണ്ടേ? അപ്പൊ തന്നെ ലൂക്കാസിന് കാര്യം മനസ്സിലായി, ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ലൂയിസ് അല്ല. അങ്ങനെയാണെങ്കിൽ മെസ്സേജ് അയച്ചത് ആരായിരിക്കും? അപ്പൊ തന്നെ ഗ്യാരേജിന്റെ ഉള്ളിൽ വെച്ച് ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നേരെ ഗ്യാരേജിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അതിന്റെ വാതില് ലോക്ക് ആയിരുന്നില്ല, തുറന്നു കിടക്കുകയായിരുന്നു. പതിയെ ശബ്ദമുണ്ടാക്കാതെ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി. അതേ നേരം തന്നെ അവിടെ ബെർണാഡ് അങ്കിൾ ഉണ്ടല്ലോ, ഇയാൾ ഉപയോഗിക്കുന്ന ആ ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു. പക്ഷെ അങ്കിളിനെ കാണാനില്ല. ഇയാൾ ഈ നട്ടപ്പാതിരക്ക് ഇത് എവിടെ പോയി? അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ബേസ്മെന്റിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാണ്. വേഗം തന്നെ ലൂക്കാസ് അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു ഗ്യാരേജ് അതിന്റെ ഒരു ഭാഗത്തൊരു ബേസ്മെന്റ് ആയിരുന്നു. അതിന്റെ ആ ഒരു ഡോറ് തുറന്നുകൊണ്ട് അതിനുള്ളിൽ നിന്നും ഇപ്പോ സംശയാസ്പദമായ രീതിയിൽ എന്തോ ഒന്ന് ചെയ്തുകൊണ്ട് ബെർണാഡ് പുറത്തേക്ക് വരികയാണ്. എന്നിട്ടോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീൽ ചെയർ അതിൽ കയറിയിട്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. ഈ കാര്യം അതുപോലെ തന്നെ ലൂക്കാസിന് കാണാൻ പറ്റി. ഇയാൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, എന്തോ ഒന്ന് മറക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബെർണാഡ് വന്ന ആ ഒരു വാതിലുണ്ടല്ലോ, ആ വാതില് തുറന്ന് ഉള്ളിലേക്ക് ഒരു ലൈറ്ററൊക്കെ കത്തിച്ചുകൊണ്ട് ലൂക്കാസ് താഴേക്ക് പോയി നോക്കുമ്പോൾ ഒരുപാടധികം കിണികൾ പല രീതിയിലായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ പൊഴുത്ത് നാറിയതുപോലെയുള്ള ഭയങ്കരമായ സ്മെല്ല്. അവന്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ പേടി തുടങ്ങി. അതായത് ലൂയിസിനെ കാണാതായി, അവന്റെ ഫോൺ ഇവിടെ ഉണ്ട്. സംശയാസ്പദമായ രീതിയിൽ ബെർണാഡ് അങ്കിളിനെ കാണുകയും ചെയ്തു. ലൂയിസ് മരിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം ഉത്ബോധ മനസ്സിൽ ലൂക്കാസിന് മനസ്സിലായി. ആ വൃത്തികെട്ട നാറ്റവും ആ സ്ഥലവും ഇതൊക്കെയായിട്ട് ഒരു പേടിയോട് കൂടിയിട്ട് അവൻ അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ട് 2 ആളെ കാണുകയാണ്. അരന്റെ വെളിച്ചമായതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അതാരാണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ അടുത്തേക്ക് ലൂക്കാസ് ചെന്ന് നോക്കുന്നുണ്ട്. അടുത്തെത്തിയപ്പോ ആ 2 ആൾക്കാരെയും വ്യക്തമായിട്ട് അവന് മനസ്സിലായി. അവനാകെ ഞെട്ടിത്തരിച്ചു പോവാണ്. എന്തുകൊണ്ടായിരിക്കും ലൂക്കാസ് അങ്ങനെ ഞെട്ടിയിട്ടുണ്ടാവുക? അതറിയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരാം. അവിടെ ലൂക്കാസ് കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചങ്ങലയിൽ കെട്ടിയിരിക്കുന്ന 2 ആൾക്കാർ അത് മറ്റാരുമല്ല, അവന്റെ അച്ഛനും അമ്മയായിട്ടുള്ള ജേക്കബും മേരിയായിരുന്നു. അവൻ ഞെട്ടി. ആ ഷോക്കിൽ നിൽക്കുന്ന അതേ നേരം തന്നെ പിന്നിലൂടെ ഒരാൾ വരികയാണ്. അവന്റെ തലക്കിട്ട് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ അവന്റെ ബോധം പോയി. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ കാര്യമൊന്നും അറിയാതെ പാവൻ ജോലി ലൂക്കാസ് ഇപ്പൊ വരുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കുറെ നേരമായിട്ട് ഇരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ട് അവൻ വരാത്തത് കൊണ്ട് തന്നെ പതിയെ താഴേക്ക് വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ബെർണാഡ് അങ്കിൾ അയാൾ ഉപയോഗിക്കുന്ന ആ ഒരു വീൽ ചെയർ അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അങ്കിള് അതിലില്ല. ചിലപ്പോൾ ഉറങ്ങാൻ പോയതായിരിക്കും എന്ന് കരുതി അപ്പുറത്തുണ്ടായിരുന്ന മറ്റൊരു റൂമിലേക്ക് ജോലി ചെന്ന് നോക്കുമ്പോൾ ഒരു എലി ഒരു പ്രത്യേക രീതിയിൽ അതിനൊരു കമ്പിയിൽ കൊളത്തി വെച്ചിട്ട് അതിന്റെ ദേഹം മുഴുവനായിട്ട് പിച്ച് ചീന്തി വെച്ചിരിക്കുകയാണ്. അതായത് ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സയന്റിസ്റ്റ് ആ എലിയുടെ ദേഹത്ത് എന്തോ ഒരു പരീക്ഷണം ചെയ്ത രീതിയിൽ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യാൻ വേണ്ടി വയറൊക്കെ കീറി പുറത്തെടുക്കില്ലേ, അതുപോലെ
പോലെ തന്നെ പെട്ടെന്നായതുകൊണ്ട് തന്നെ ആ കാര്യം കണ്ടപ്പോൾ ജൂലി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാലും ആ റൂമിലേക്ക് ചുമ്മാ എന്ന് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ടേബിളിൽ നമ്മുടെ ലൂക്കാസ്, അവന്റെ അച്ഛനും അമ്മയും ഇവർ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവിടെ കുറെ അധികം നോട്ടുകൾ ഉണ്ടായിരുന്നു. ആ നോട്ടുകളിൽ വളരെ വ്യക്തമായിട്ട് ചില ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ വളരെ ക്രൂരമായ രീതിയിൽ ആളുകളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേകതരം കെണി. ഇത് കണ്ട് വല്ലാണ്ട് ഞെട്ടി നിൽക്കുകയാണ് ആര്, നമ്മുടെ ജൂലി. ആക്ച്വലി എന്താണിതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. മീൻസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ബേസ്മെന്റിലാണ് ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്ന ലൂക്കാസിനെ ബെർണാഡങ്കിൾ തന്നെ ഒരു ചുമരിനോട് ചേർത്ത് കെട്ടിവെക്കുന്നുണ്ട്. അതിനു പുറമെ ചങ്ങലയിൽ കെട്ടിയിട്ട ലൂക്കാസിന്റെ അച്ഛനുണ്ടല്ലോ, ജേക്കബ്, അതുപോലെ തന്നെ മേരി, ഇവര് രണ്ടുപേരെയും ചുമരിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിൽ ഓരോ കയറുകൾ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പ്രത്യേകതരം ഒരു ബ്ലേഡ്, ഈ കോടാലിക്കെല്ലാം വെക്കുന്ന സൈസ്, അതായത് മഴുവിലൊക്കെ വെക്കുന്ന സൈസ്, അതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു ബ്ലേഡ് അത് മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഇവരുടെ ആ ഒരു കയറിനെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഹത്തേക്ക് ആ ഇരുമ്പ് വന്നു ഒരൊറ്റ അടിയായിരിക്കും, ശരീരം 2 കഷ്ണമായി പോകും. ആ രീതിയിൽ ഒരു കെണി. ഇതെല്ലാം കണ്ട് ലൂക്കാസിനൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് ചോദിച്ചപ്പോൾ ലൂക്കാസിന്റെ അടുത്തേക്ക് ബെർണാഡ് വന്നിട്ട് പറയാണ്, മോനെ നീ ഒന്ന് ഒച്ച വെച്ചായിരുന്നെങ്കിൽ എന്റെ മോനെ ആരെങ്കിലൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയേനെ. അവൻ മരിക്കാൻ കാരണക്കാരൻ നീ കൂടെയാണ്. അല്ല മോനെ, അതിന്റെ ആ ഒരു കുറ്റബോധം ഇപ്പോഴും നിന്റെ ഉള്ളിൽ നന്നായിട്ടില്ലേ? ഈ രീതിയിൽ ലൂക്കാസിനോട് ബെർണാഡ് ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു ജേക്കബ് ഇയാൾ വീണ്ടും പറയാണ്, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു അത് ചെയ്തത് ഞാനല്ല എന്ന്. ഇപ്പൊ ബെർണാഡ് പറയാണ്, മിണ്ടിപ്പോവരുത് നീ. സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടും നീ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. അല്ല, ഈ സത്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് നിനക്കറിയണോ? ഒരു ദിവസം ഞാൻ വിറക് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്നും ഒരു മുട്ടി മാത്രം ഉരുണ്ട് താഴേക്ക് വീണു. അത് നേരെ ചെന്ന് വീണത് നിന്റെ കാറിന്റെ അടിയിലായിരുന്നു. അത് എടുക്കാനായിട്ട് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോ നിന്റെ കാറിന്റെ അടിഭാഗത്ത് കുടുങ്ങി കിടക്കുന്ന ഒരു ചരട് ഞാൻ കണ്ടു. ആ ചരട് എന്റെ മകൻ ഇഷ്ടത്തോടു കൂടിയിട്ട് അവന്റെ സൈക്കിളിൽ കെട്ടിയ ചരടായിരുന്നു. ആ നിമിഷം എനിക്ക് മനസ്സിലായി എന്റെ മകൻ ഇടിച്ച് കൊക്കയിലേക്ക് ഇട്ട ആ ഒരു കാറ് അത് നിന്റെ കാറാണെന്ന്. അതുപോലെ അന്ന് നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ ചോദിച്ചില്ലേ എന്റെ മകനെ കണ്ടോ എന്ന്. അപ്പൊ കാറിന്റെ ബേക്കിലിരുന്ന് കരയുന്ന ലൂക്കാസിനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ലൂക്കാസ് കരഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല എന്റെ ഭാര്യ, എന്റെ മകൻ പോയതോട് കൂടിയിട്ട് അവളും പോയി. എനിക്ക് പ്രിയപ്പെട്ട 2 ആൾക്കാരെയാണ് ജേക്കബെ നീ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ നീ കണ്ടു നിൽക്കേ. നിനക്ക് പ്രിയപ്പെട്ട ആൾക്കാർ നിന്റെ മുന്നിൽ വെച്ച് ചതഞ്ഞരയുന്നത് നീ കാണണം ജേക്കബെ. അത് ഞാൻ നിന്നെ കാണിക്കും ജേക്കബെ. ഇതും പറഞ്ഞ എല്ലാവരുടെ കയ്യിലും ആ ഒരു കയറ് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു കയറിനെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഹത്തായിരിക്കും ആ ഒരു ആയുധം ചെന്ന് കയറുക. മുകളിൽ കെട്ടിവെച്ച ആയുധം കേട്ടോ. നിന്റെ കയ്യിലാണ് ജേക്കബ് ഇനി നിന്റെ കുടുംബത്തിന്റെ ജീവനിരിക്കുന്നത്. നീ എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കും നോക്കാമല്ലോ. എന്നാൽ ജേക്കബ് പരമാവധി ടൈറ്റാക്കി തന്നെ ഇറുക്കി പിടിച്ചു നിൽക്കുകയാണ്. പിടി വിട്ട് കഴിഞ്ഞാൽ ഭാര്യയും അതുപോലെ തന്നെ മകനും മരിച്ചു പോകും. ഇപ്പൊ അവന് വിടാതെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ഇപ്പൊ ബെർണാഡ് പറയണം, ആ കുഴപ്പമില്ല, ഞാൻ തന്നെ അത് വെട്ടി മാറ്റാന്ന് പറഞ്ഞിട്ട് ആയുധവും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം. അല്ല, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇയാളുടെ കാലിന് യാതൊരു കുഴപ്പമില്ല, ഇവരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ വെട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ജാക്കബിന്റെ അടുത്തേക്ക് ഈ ബെർണാഡ് എത്തിയ അതേ സമയത്ത് തന്നെ ഈ ബേസ്മെന്റിന്റെ മുകളിലേക്ക്, അതായത് ഗ്യാരേജിന്റെ ഉള്ളിലേക്ക് ജൂലി വരികയാണ്. ജൂലി വന്നിട്ട് ലൂക്കാസിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ലൂക്കാസ് അലറി വിളിച്ച് പറയുന്നുണ്ട്, ജൂലി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു നീന്ന്. ആ കോടാലി എടുത്ത് ഇപ്പൊ ലൂക്കാസിന്റെ വയറ്റത്തിട്ട് ഒരൊറ്റ അടി അടിയാണ് ഇപ്പോ ഈ ബെർണാഡെങ്കില്. ഇതിനുശേഷം അവളെ പിടിക്കാനായിട്ട് മുകളിലേക്ക് പോയപ്പോ കാര്യം കേട്ട് മനസ്സിലാക്കിയ ജൂലി അവിടെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇയാളെ മുകളിലേക്ക് കയറി വന്ന അതേ സമയത്ത് തന്നെ കയ്യിൽ കെട്ടിയ എന്തോന്ന് വെച്ച് അവൾ ഒരൊറ്റ അടി അടിക്കുകയാണ്. ബെർണാഡ് അവിടെ വീണ് പോകുന്നുണ്ട്. പിന്നീട് ഭയം കാരണം ജൂലി അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടുത്തെ വാതിലുകളെല്ലാം ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് അവൾ ഓടി രക്ഷപ്പെട്ടു ഓടുകയാണ്. ഒരു മുറിയിൽ കയറിയിട്ട് അത് ലോക്ക് ചെയ്യാണ്. എന്നാൽ ആ സമയത്ത് ബെർണാഡെങ്കിൽ പതിയെ അങ്ങോട്ടേക്ക് വന്നിട്ട് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ താഴെയുള്ള ആ ഒരു ബേസ്മെന്റിൽ എങ്ങനെയെങ്കിലും ലൂക്കാസിനെ കെട്ടിവെച്ച ആ ഒരു കെട്ട് അത് അഴിക്കാൻ വേണ്ടിയിട്ട് ലൂക്കാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജേക്കബ് പറയാണ്, നീ എന്താടാ ഈ കാണിക്കുന്നത്? ആ കെട്ടെങ്ങാനും ലൂസായി പോയാൽ ബ്ലേഡ് നേരെ നിന്റെ അമ്മയുടെ വയറ്റത്തേക്കായിരിക്കും ചെന്ന് കയറുക. ഇതേ സമയത്ത് ദേഷ്യം വന്ന ലൂക്കാസ് പറയണ, തന്റെ ഒന്നും മിണ്ടാതിരിക്കും, നിങ്ങൾ കാരണമാണ് ഞാനും എന്റെ അമ്മയും ഈ അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ കാരണോ? ഞാനെന്ന് പറഞ്ഞ സമയത്ത് നിനക്ക് ആ ഒരു സിഗരറ്റ് എടുത്ത് തന്നായിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം നടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു വഴക്കുണ്ടാക്കാൻ കാരണക്കാരി തന്നെ നീയാണ്. അതായത് ചെയ്ത തെറ്റി അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഈ പ്രായത്തിലും ഇയാള് പിടിവാശിയിലാണ്. പണ്ടത്തെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും അച്ഛനായിട്ടുള്ള ജേക്കബ് ഇയാൾ പറയുന്നൊന്നും നോക്കാതെ ലൂക്കാസ് എങ്ങനെയെങ്കിലും ആ ഒരു കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ജോലി ഒളിച്ചിരിക്കുന്ന ആ റൂമിന്റെ ലോക്ക് എങ്ങനെയൊക്കെയോ ഇയാളെ തല്ലി പൊളിച്ച് ഉള്ളിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ജോലി പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ കോള് പോയില്ല. അപ്പോഴേക്കും ഇയാൾ ഉള്ളിലേക്ക് വന്ന് ജോലി ഒന്നും നോക്കിയില്ല, ജനലിലൂടെ പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് വന്ന പാടിനെ ബെർണാഡ് ആ ഫോൺ ആദ്യം തല്ലി പൊളിച്ച് കളയുന്നുണ്ട്. ഇതിനുശേഷം നേരെ താഴേക്ക് വരികയാണ് കേട്ടോ. നിലത്ത് വീണത് കൊണ്ട് തന്നെ കാലും കൈയും തളർന്ന് ജോലി അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ജോലിയെ ബെർണാഡ് തൂക്കിയെടുത്ത് കൊണ്ടുവന്നുണ്ട്. ഇതേ നേരം തന്നെ താഴത്തെ ബേസ്മെന്റിൽ നോക്കുകയാണെങ്കിൽ 3 പേരുടെ കയ്യിലും കയറ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ ആള് ആരാണ്? അത് മറ്റാരുമല്ല, ലൂക്കാസിന്റെ അമ്മയായിട്ടുള്ള മേരി തന്നെ. അവർക്ക് എത്ര നേരം ആ ഒരു കയറ് പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പൊ മേരി ഇങ്ങനെ പറയുന്നുണ്ട്, ജേക്കബ് ഈ കയറ് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നു. പരമാവധി മേരി കയറ് ഇറുക്കി പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. സാധനം കയ്യിൽ നിന്ന് തെന്നി മാറി വിട്ടുപോവാണ്. കയറ്
ഇട്ടതോട് കൂടിയിട്ട് എന്താ സംഭവിച്ചത്, നേരെ മുകളിൽ സെറ്റ് ചെയ്ത ആ ഒരു എന്താ പറയുക ഇരുമ്പിന്റെ പീസ് ഉണ്ടല്ലോ, നേരെ ജേക്കബിന്റെ വയറ്റത്തേക്ക് പോയി ഒറ്റ അടി അടിക്കാം. ആ ഭാഗം 2 കഷ്ണമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജേക്കബിന്റെ കയ്യിലെ കയറ് അതും വിട്ടുപോകല്ലോ. അങ്ങനെ ജേക്കബിന്റെ കയ്യിലെ ആ കയറ് വിട്ടുപോയത് കൊണ്ട് തന്നെ ആയുധം മൂരി താഴേക്ക് വരികയാണ്. അത് നേരെ വരുന്നത് നമ്മുടെ ലൂക്കാസിന്റെ ദേഹത്തേക്കാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ ആ ഒരു കെട്ടഴിച്ച് ഒരൊറ്റ കുഞ്ഞിലാണ്. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അച്ഛനെ പോലെ അവനും 2 കഷ്ണമായേനെ. ഇതേ നേരം മുകളിൽ നോക്കുകയാണെങ്കിൽ ജൂലി പാവം ആകെ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവളുടെ വായും കൈയെല്ലാം കെട്ടിയിട്ട് അവളെ മരം മുറിക്കുന്ന ആ ഒരു മിഷീൻ ഉണ്ടല്ലോ, സിനിമയുടെ ആരംഭത്തിൽ ജൂലി ഈ ബെർണാഡെങ്കിൽ പേടിപ്പിച്ച ആ ഒരു മിഷീൻ, ആ മിഷീന്റെ അരികിൽ കെട്ടിവെച്ചിട്ട് അതുകൊണ്ട് അവളുടെ ശരീരം തുണ്ടമാക്കാൻ പോവുകയാണ്. എന്നാൽ ആ നേരം ജൂലിയെ നോക്കിയിട്ട് ബെർണാഡ് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ നിന്നെ കൊല്ലൽ എന്നുള്ളത് എന്റെ ഉദ്ദേശം ആയിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ലൂയിസും, നിങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വന്ന് പെട്ടതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ വെച്ച് അറുത്ത് മുറിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇത് പറഞ്ഞ് അവളുടെ ദേഹത്തേക്ക് ആ ബ്ലേഡ് കയറ്റാൻ നിൽക്കുമ്പോൾ അപ്പം തന്നെ ലൂക്കാസ് ചാടി വീഴുന്നുണ്ട്, ബെർണാഡിനെ അടിച്ച് താഴെ ഇടുകയാണ്. പിന്നീട് വേഗം തന്നെ നമ്മുടെ ജൂലി ഉണ്ടല്ലോ, അവളുടെ ആ ഒരു കെട്ടുകൾ അഴിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ അതൊരിച്ചിരി അഴിച്ചപ്പോഴേക്കും വീണ്ടും ഈ ബെർണാഡ് ചാടി എഴുന്നേറ്റ് വരികയാണ്. തിരിച്ച് ഫൈറ്റ് ചെയ്യല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ ലൂക്കാസിനെ ഇയാളാണെങ്കിൽ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് വന്ന ജൂലി ഉണ്ടല്ലോ, ഇയാളുടെ തലക്കെട്ട് ഒറ്റ ഒന്ന് കൊടുക്കുകയാണ്. കാരണം ഓൾറെഡി ലൂക്കാസ് അവളുടെ കെട്ടിന്റെ പകുതിയോളം അഴിച്ചു വെച്ചായിരുന്നു. അടികൊണ്ട് വീണ് ഈ ബെർണാഡിനെ അതേ ബേസ്മെന്റിലേക്ക് ഇവർ വലിച്ചിടുകയാണ്. അവിടെ ഓൾറെഡി ലൂക്കാസിന്റെ അച്ഛൻ അതായത് ജാക്കബ് മരിച്ചു കിടക്കുകയാണ്. മേരി അതായത് അമ്മ ജീവനോട് ബാക്കിയുണ്ട്. അങ്ങനെ ഈ മേരിയും കൂട്ടിയിട്ട് ആ ബേസ്മെന്റിന്റെ പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ അവരുടെ കാലിൽ തന്നെ ബെർണാഡ് കയറി പിടിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം തട്ടി മാറ്റിയിട്ട് ഇയാളെ ചവിട്ടി അതിനുള്ളിലേക്ക് ഇട്ട് ആ ബേസ്മെന്റിന്റെ ഡോർ ഇവർ ക്ലോസ് ചെയ്യാണ്. ഇനി അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ബെർണാഡ് എങ്ങനെയൊക്കെയോ ആ ഒരു ബേസ്മെന്റിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. രക്ഷപ്പെട്ടു പോയ ആ 3 പേരെയും പിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരെ വേട്ടയാടാനായിട്ടുള്ള എല്ലാ വെപ്പൺസും തയ്യാറാക്കിക്കൊണ്ട് ഇയാൾ ആ കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ ഉള്ളിൽ നിന്നും ചില കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതായത് അത് മറ്റാരുമല്ല, ലൂയിസ് ആണ്. അവനെ കൊന്നിട്ടില്ല, പകരം ഇതുപോലെ അടിച്ച് ബോധം കെടുത്തി ആ പെട്ടിയുടെ ഉള്ളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പൊ ശ്വാസം കിട്ടാതെ ആ ഒരു പെട്ടിയിൽ അവൻ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ അടുത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും ചില ആയുധങ്ങൾ എടുത്ത് ആ ഒരു പെട്ടിയുടെ മുകളിൽ നല്ല കനമുള്ള ഒരു കന്നാസ് എടുത്ത് വെച്ച് കാട്ടിലേക്ക് പോവാണ് ഇപ്പൊ ബെർണാഡ്. ഇതേ നേരം തന്നെ ലൂക്കാസ്, ജൂലി, അതുപോലെ ലൂക്കാസിന്റെ അമ്മയായിട്ടുള്ള മേരി 3 പേരും ആ ഒരു കാട്ടിലൂടെ അങ്ങനെ പോയി അവസാനം ലൂക്കാസും അതുപോലെ തന്നെ മാത്യൂസും ചെറുപ്പത്തിൽ കളിച്ചിരുന്ന ആ ഒരു വാതിലുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇവരെത്തുകയാണ്. വേഗം തന്നെ ഈ സ്ഥലം ഈ ബെർണാഡിനെ അറിയില്ലായിരിക്കും എന്ന് കരുതിയിട്ട് ലൂക്കാസ്, ജൂലിയും മേരിയും കൂട്ടിയിട്ട് അതിനുള്ളിൽ കയറി പോവാണ്. എന്നാൽ ആ ബങ്കറിന്റെ ഉള്ളിൽ പോയ സമയത്ത് അവിടെ ഒരു കാര്യം കണ്ട് ലൂക്കാസ് വീണ്ടും ഞെട്ടുകയാണ്. ഒരുപാട് കത്തിച്ച് വെച്ച മെഴുകുതിരികൾ, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ചേർല് ഒരു കുട്ടിയുടെ മൃതദേഹം, അതും ഒരുമാതിരി ഒരു ചീഞ്ഞളിഞ്ഞ് ഉണങ്ങി എന്താ പറയാ ഒരു ഉണക്കമീൻ പരുവായ രീതിയിൽ. ആ ബോഡി ആരുടേതായിരിക്കും? മറ്റാരുടേതും അല്ല, നമ്മുടെ മാത്യുവിന്റെ തന്നെ. തന്റെ മകൻ അവനോടുള്ള ആ ഒരു അടങ്ങാത്ത ഇഷ്ടം കാരണം ബെർണാഡ് ഇപ്പോഴും അവന്റെ ആ ഒരു മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ മരണത്തിന് കാരണമായ ആളുകളെ, ജേക്കബിന്റെ കുടുംബത്തെ എല്ലാം ഈ ഒരു ബെർണാഡ് വെറുതെ വിടുകയോ? ഇല്ല. കാരണം മകനോട് അത്രയും സ്നേഹമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലമായിട്ട് ആ ഒരു ശവശരീരം പോലും മറവ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ലൂക്കാസിന് എന്തോ ഒരു സംശയം തോന്നി. അവർ കയറി വന്ന ആ ഒരു വാതിൽ അത് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഇവർ ഇതിനുള്ളിലേക്ക് വന്ന് കയറുന്നത് ബെർണാഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് അന്നേ ദിവസം രാത്രി 3 പേരും അവിടെ തന്നെ കിടക്കുകയാണ്. പതിയെ ഉറങ്ങിപ്പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഡോറ് അത് തനിയെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇപ്പൊ ജൂലിയോടും അതുപോലെ തന്നെ മേരിയോടും നിങ്ങൾ എന്തായാലും ഇവിടെ ഞാൻ ഒന്ന് പുറത്ത് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലൂക്കാസ് നേരെ പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ ലൂയിസ് ഉണ്ടല്ലോ, അവന്റെ കരച്ചിൽ കേൾക്കാണ്. അതും ഭയങ്കര കനമുള്ള ഒരു സാധനം നമ്മൾ ഇറക്കി പിടിച്ച് നിൽക്കില്ല, അതുപോലെയാണ്. ലൂയിസ് ഇപ്പോൾ ലൂക്കാസിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നോക്കുമ്പോ എന്താ, ഈ ഒരു ലൂയിസ് എന്താണോ സിമ്പിൾ എന്ന് പറഞ്ഞത് അതന്നെ അവന്റെ മുതുകിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് വിറക് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന സ്ലൈഡിംഗ് വെഹിക്കിൾ, പരമാവധി അതിൽ വിറക് അട്ടി വെച്ചിട്ടുണ്ട്. ലൂയിസിന് അങ്ങനെ ഒരു പണിഷ്മെന്റ് ആണ് ബെർണാഡ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു വണ്ടി പുച്ഛിച്ചതിന്. പക്ഷെ അതിന്റെ കാരണം ലൂയിസിന് താങ്ങാൻ കഴിയുന്നില്ല. കാലുകൊണ്ട് പരമാവധി അതിനിങ്ങനെ എന്താ പറയാ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ട്. എങ്ങാനും അവന്റെ കാല് തെറ്റിപ്പോയാൽ ആ വണ്ടിയും ആ വിറക് മുഴുവനും അവന്റെ തലയിലൂടെ ആയിരിക്കും പിന്നീട് കയറി പോവുക. ഇപ്പൊ ലൂക്കാസ് മോടി വന്ന് അവന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. കാരണം അത് ഹെവി വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് മുന്നോട്ടേക്ക് പോവാതിരിക്കാനായിട്ട് 2 കല്ലും കഷ്ണൊക്കെ കുത്തിക്കയറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഗ്യാപ്പിന് ബങ്കറിന്റെ ഉള്ളിൽ പോയിട്ട് ജൂലിയെ ബെർണാഡ് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല താഴെ ഒരു മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, അധിക നേരം ലൂയിസിനെ കൊണ്ട് ആ വണ്ടി അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യനല്ലേ, ഒരു പരിധിയില്ല വെയിറ്റ് താങ്ങുന്നതിന്. ഇവനെങ്ങാനും ആ ഒരു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വിറകും ആ വണ്ടിയും വന്ന് നേരെ കയറാൻ പോകുന്നത് ജൂലിയുടെ മേത്തായിരിക്കും. അപ്പൊ കറക്റ്റ് അങ്ങനെ ഒരു മരത്തിലാണ് അവളെ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപാട് തന്നെ ലൂയിസെ നീ കുറച്ചു നേരം ഇവിടേക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഊട്ടി താഴേക്ക് പോവാണ്. പോയ പാട് തന്നെ ഈ ബെർണാഡിനെ അടിക്കാൻ നോക്കുമ്പോൾ അയാൾ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ലൂക്കാസിന്റെ കാലിനിട്ടൊരു വെട്ട് കൊടുക്കുന്നത്. പക്ഷെ താഴെ വീണ്ടും ലൂക്കാസ് വിട്ടുകൊടുത്തില്ല കേട്ടോ. എഴുന്നേറ്റ് വീണ്ടും ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിൽ മുകളിൽ നിന്ന് ലൂയിസ് വിളിക്കുന്നുണ്ട്, ലൂക്കാസെ എന്നെ കൊണ്ട്
പറ്റുന്നില്ല, പരമാവധി ഞാൻ പിടിച്ചു നടാ, എന്റെ കാലൊക്കെ കഴക്കുന്നുണ്ട്. അവൻ അങ്ങനെ വേദന കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടും ഇപ്പൊ ഉറക്കനെ നിലവിളിച്ച് ലൂക്കാസിന് സഹായത്തിന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ നിലത്ത് വീണ് കിടക്കുന്ന ലൂക്കാസിന് നേരെ ഈ ബെർണാഡ് ഇയാളുടെ കത്തി എടുത്ത് ഒരൊറ്റ വീശലാണ്. അത് മുഖത്തും ദേഹത്തും തട്ടാതിരിക്കാനായിട്ട് ലൂക്കാസ് കൈവച്ച് മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൈക്കാണ് ആ ഒരു വെട്ടേറ്റത്. അപ്പൊ ആ ഒരു വേദനയിൽ ലൂക്കാസ് ഒന്നും നോക്കിയില്ല, ബെർണാഡിനിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ആ ചവിട്ടിൽ ഇയാൾ തെറിച്ചു പോയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ വീഴാണ്. അതായത് മുറിച്ചിട്ട ഒരു മരം. അതിൽ ഉയർന്നു നിൽക്കുന്ന ചെറിയൊരു കുറ്റി കഷ്ണം ഉണ്ടായിരുന്നു. ഇത് ഇയാളുടെ കഴുത്തിന്റെ പിന്നാമ്പുറത്ത് കൂടെ കയറിയിട്ട് ഇയാൾ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകണം. ഇതേ നേരം തന്നെ ലൂയിസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് അത് ചവിട്ടി പിടിച്ച് താങ്ങാൻ പറ്റുന്നില്ല. അവസാനം അവന്റെ പിടുത്തം വിട്ടുപോവാണ്. പിന്നീട് എന്താ സംഭവിക്കുക, അവന്റെ ദേഹത്തു കൂടെ തന്നെ ആ വണ്ടി കയറി ഇറങ്ങുകയാണ്. ലൂയിസിന്റെ ശരീരം മുഴുവനായിട്ടും ചതഞ്ഞരഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ആ വണ്ടി നേരെ വരുന്നത് പാവം നമ്മുടെ ജൂലിയുടെ ദേഹത്തേക്കാണ്. അവളുടെ ദേഹത്തെങ്ങാനും ആ ഒരു വണ്ടി വന്ന് കുത്തിക്കഴിഞ്ഞാൽ ആ മരത്തിനോടൊപ്പം തന്നെ അവൾ ചതഞ്ഞരഞ്ഞു പോകും. എന്നാൽ അതിനു മുന്നേ ആയിട്ട് ലൂക്കാസ് ഓടി വന്ന് അവളുടെ നേരെ വരുന്ന ആ ഒരു വണ്ടി സൈഡിൽ നിന്നും ഒരൊറ്റ തള്ളലാണ്. അതുകൊണ്ട് തന്നെ അത് ചെരിഞ്ഞ് മറിഞ്ഞ് വീഴുന്നുണ്ട്. ജൂലി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇതിനുശേഷമാണ് ജൂലി ലൂക്കാസിനെ നോക്കുന്നത്. ഓൾറെഡി ആ ഫൈറ്റിനിടയിൽ ബെർണാഡ് അവന്റെ വയറ്റത്തേക്ക് ഒരു കത്തി കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം ആ ഒരു വേദന സഹിച്ചു നിന്ന് ഒരുപാട് നേരം ലൂക്കാസ് പിടിച്ചു നിന്നു. അവസാനം അവളെ രക്ഷിക്കാനും പറ്റി. പക്ഷെ അവള് നോക്കി നിൽക്കെ ലൂക്കാസ് അവിടെ വീണു പോവാണ്. അധികം വൈകാതെ ചോര വാർന്നു മരിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ ഈ വിവരം അറിയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ എല്ലാവരും അവിടെ ഓടിക്കൂടുകയാണ്. പോലീസുകാർ വന്നിട്ടുണ്ട്. മരിച്ചുപോയ ലൂക്കാസ് അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരൻ ലോയിസ്, രണ്ടാളുടെ മൃതദേഹവും അവിടുന്ന് പിന്നീട് പോലീസുകാർ കൊണ്ടുപോകുന്നുണ്ട് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യാനായിട്ട്. എന്തായാലും ബെർണാഡിന്റെ ആ ഒരു പ്രതികാരത്തിൽ 3 പേർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ഒന്ന് ലൂക്കാസ്, കൂട്ടുകാരൻ ലോയിസ്, പിന്നെ ശിക്ഷ അർഹിക്കുന്ന ജാക്കോബ്. പക്ഷേ ലൂക്കാസിന്റെ ഭാര്യ ജൂലി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അമ്മയായിട്ടുള്ള മേരിയും രക്ഷപ്പെട്ടു. അതുപോലെ രക്ഷപ്പെട്ട ജൂലി, അവളുടെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നുണ്ട്. അത് ലൂക്കാസിന്റെ കുഞ്ഞാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരാണ്. എന്നിരുന്നാലും മാത്യു, അവന്റെ ആ ഒരു മരണത്തിൽ പൂർണ്ണ ഉത്തരവാദി ജാക്കബ് മാത്രമാണോ? ലൂക്കാസിനും അതിലൊരു പങ്കില്ലേ? അവൻ രക്ഷപ്പെടുത്താൻ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്ന് അവൻ വെറും കുട്ടിയായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചുമ്മാ കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടോ. ലൂക്കാസ് ശിക്ഷ അർഹിക്കുന്നുണ്ടോ? ജാക്കബ് ശിക്ഷ അർഹിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറ. ഇതുപോലെയുള്ള ത്രില്ലർ മൂവിയുടെ കഥ വേണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.